പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും 12 മണി വരെ നിർത്തിവെച്ചു. Question number 301. Question number 301. Question number 301, sir. Here. Sir, answer is laid on the table of the House. Honorable Speaker, The House stands adjourned till 12 noon. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, എന്തായാലും 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ ചേരുമ്പോൾ വീണ്ടും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് കാണുന്നത്. എന്തായാലും ലോക്സഭയും രാജ്യസഭയും 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു 12 മണിക്ക് ശേഷം ഇതേ പ്രതിഷേധം തന്നെ ഉണ്ടാകുമോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. രാജ്യസഭയിലും സമാനമായി തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ലോക്സഭയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ സ്പീക്കർ ഓം ബിർള എത്തിയില്ല. പകരം പാനൽ ഓഫ് ചെയറിലുള്ള NK പ്രേമചന്ദ്രൻ MP ആണ് ചെയറിൽ ഉണ്ടായിരുന്നത്. സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം ബഹളം തുടർന്ന് ഇതേ സഭ വളരെ മിനിറ്റുകൾ മാത്രമാണ് ചേർന്നത്. അതിനുശേഷം ഈ ബഹളം തുടർന്നതോടുകൂടി 12 മണിവരെ ലോക്സഭ നിർത്തിവെക്കുകയാണ് ചെയ്തത്. രാജ്യസഭയിലേക്ക് വന്നാലും ആദ്യഘട്ടങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചതോടുകൂടി രാജ്യസഭയും ഇപ്പോൾ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും അമിത്ഷാ സഭയിലെത്തണം, അമിത്ഷായുടെ മറുപടി വേണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ ഇന്ന് സഭയിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ നിലവിലുണ്ട്. കാരണം 2 ബില്ലുകൾ അമിത്ഷാ അവതരിപ്പിക്കേണ്ട ബില്ലുകളാണ് ഉള്ളത്. ഒന്ന്, കേരളത്തിൻ്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കുന്ന ബില്ലാണ് ഒന്ന്. അത് ആഭ്യന്തരമന്ത്രി തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുമുണ്ട്. ആ ബില്ലും അവതരിപ്പിക്കേണ്ടതും അമിത്ഷായാണ്. അപ്പോൾ ഈ ബില്ലുകളുടെ അവതരണത്തിനായി ആഭ്യന്തരമന്ത്രി എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ആഭ്യന്തരമന്ത്രി സഭയിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ബില്ലുകൾ അമിത്ഷാ അവതരിപ്പിച്ചാലും ഈ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സാധ്യതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കുകയാണ്. നേരത്തെ സഭാ കവാടത്തിന് മുന്നിലും പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് സഭയ്ക്കകത്തും പ്രതിഷേധം ഉയർത്തിയത്. അതുപോലെ തന്നെ ഈ FCRA ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ FCRA ബില്ല് സഭയിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. തുടർ നടപടികൾ ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് നിലപാടെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഈ ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ്. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഏതായാലും ഇനി 12 മണിക്കാണ് സഭാ നടപടികൾ തുടങ്ങുക. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ബില്ലുകളുടെ അവതരണം, ഈ കേരളത്തിൻ്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കുന്നതടക്കമുള്ള 2 ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അമിത്ഷാ ആ സമയത്ത് സഭയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി, വ്യക്തമാണ്. എന്തായാലും പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് കാണാൻ സാധിച്ചത്. ലോക്സഭയും രാജ്യസഭയും 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർ.